ഹേ ഗൈസ്, അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്യാപ് കട്ട് പ്രോയിൽ വന്നിട്ടുള്ള കിഡിലൻ 5 ട്രാൻസിഷൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു 5 ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. സോ അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സോ നിങ്ങൾ എന്ത് ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ് കട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു VPN കണക്ട് ചെയ്യുക. VPN കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ ഞാനിപ്പോൾ ഇവിടെ വന്ന് ക്യാപ് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VPN ഓൺ ആക്കിയിട്ടുണ്ട്. ദെൻ ഞാൻ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പം മുമ്പ് നമ്മൾ ചെയ്ത ഒരു ഫുട്ബോൾ CCയുടെ ഒരു ക്ലിപ്പ് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ദെൻ ഇതേപോലെ വന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. സോ സ്പ്ലിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാൻസിഷൻസ് ചെയ്യാൻ പറ്റൂ. സോ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇവിടെ നമുക്ക് സെൻറ്ററിലായിട്ട് ഈ ഒരു മൈനസ് കണക്കത്തെ ഒരു ബട്ടൺ ഉണ്ടാവും, ഒരു വെള്ള. ദെൻ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസിഷൻസിന്റെ ബട്ടൺ ഇതേപോലെ, മീൻസ് ട്രാൻസിഷൻസിന്റെ ഓപ്ഷൻ ഇതേപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്, കുറേ അധികം പ്രോ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിലൊരു 5 ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരു പാർട്ട് 1 പാർട്ട് 2 പോലെ ഒരു സീരീസ് പോലെ കൊണ്ടുപോകാം. ഇതിന്റെ പാർട്ട് 2 ഞാൻ അടുത്തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കുറേ അധികം ട്രാൻസിഷൻസിന്റെ വീഡിയോസ് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. സോ അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. സോ നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫിലിം ബേൺ ട്രാൻസിഷൻ ആണ്. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഫിലിം ബേൺ അല്ല, ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫിലിം ബേൺ വന്നിട്ടുണ്ട്. നോർമലി ഉള്ള ഫിലിം ബേണും ഉണ്ട്, പക്ഷെ നമുക്ക് ഈ ഒരു ഫിലിം ബേൺ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ദെൻ അതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു 1 സെക്കൻഡിൽ ഇതേപോലെ ഒരു 0.4 സെക്കൻഡ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ ഇതിപ്പോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ക്ലിപ്പ് ഫസ്റ്റ് വരുന്നത്. സോ ഇതാണ് ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസിഷൻ ആണ് നമുക്ക് വരുന്നത്. കണ്ടില്ലേ, നമ്മുടെ ഇങ്ക് ഓവർലേ ഒക്കെ കണക്കെ ഒരു ഫിലിം ബേൺ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇങ്ക് ഓവർലേ ട്രാൻസിഷൻസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതുപോലുള്ള ഒരു ഫയർ ഓവർലേ ആണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും നമ്മളെ വീഡിയോസിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാൻസിഷൻ ആണ്. സോ നമുക്ക് അടുത്തൊരു ട്രാൻസിഷൻ നോക്കാം. സോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടാമത്തെ ട്രാൻസിഷൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ എഗെയിൻ ആ ഒരു ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ ഫോട്ടോ സ്വിച്ച് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഫോട്ടോ സ്വിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറേ അധികം ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കും, ആ ഒരു കീവേഡ് റിലേറ്റഡ് ആയിട്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ആ ഒരു ഫോട്ടോ സ്വിച്ച് എന്നുള്ള ആ ഒരു ട്രാൻസിഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ക്യാൻസൽ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. സോ ഇതിപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുപോലൊരു സ്വിച്ച് ആയിട്ട് വരുന്നത്. നമ്മളൊരു വേവ് എഫക്റ്റ് ഒക്കെ പോലെ, അല്ലെങ്കിൽ നമ്മൾ വേവ് എഫക്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ 1 ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെതായ സൗണ്ട് എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. കണ്ടേ, വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത ട്രാൻസിഷൻ നോക്കാം. അടുത്തതിന് വേണ്ടി നമ്മൾ എഗെയിൻ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്വിച്ച് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സ്വിച്ചിങ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, മീൻസ് ആ ഒരു ട്രാൻസിഷൻ വന്നിട്ടുണ്ടാവും. അത് ക്ലിക്ക്, സോ അതും ഒരു പ്രോ ട്രാൻസിഷൻ തന്നെയാണ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക, ക്യാൻസൽ, ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അല്ലേ, അതായത് നമ്മുടെ ആപ്പ്, ഐഫോണിലെ ആപ്പ് സ്വിച്ച് ചെയ്യുന്നതാണൊക്കെ നമ്മുടെ ആ ഒരു ക്ലിപ്പ് ഇതേപോലെ സ്വിച്ച് ആയി വരും. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസിഷൻ ആണ്. നമ്മൾ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ക്ലിക്കിലാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ഒക്കെ ചെയ്യുന്നത് കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കണ്ടില്ലേ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4th ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അടുത്തൊരു ട്രാൻസിഷൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ബട്ടൺ അഗെയിൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഫിലിം എറേസ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഫിലിം എറേസ് എന്ന് ഇതേപോലെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഫസ്റ്റ് ആയിട്ട് തന്നെ പ്രോ എഫക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ക്യാൻസൽ കൊടുക്കുക, ടിക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇത് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പൊ ജസ്റ്റ് പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലുള്ള, സോറി, ഇവിടെ 20 ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. സോ ഇത് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു എഫക്റ്റ്, സോറി, ഈ ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ 1 ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ട്രാൻസിഷൻ ആണ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രാൻസിഷൻ നോക്കാം. അതിന് മുമ്പ് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ക്യാപ് കട്ട് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. സോ VPN എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രോട്ടോൺ VPN എന്ന് പറഞ്ഞൊരു VPN ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടർബോ VPN വേറെ ഏതെങ്കിലും VPNs യൂസ് ചെയ്യുക. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പ്രോ ഫീച്ചേഴ്സ് ഒന്നും കിട്ടുന്നില്ല. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, VPN ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ആൽഫബറ്റ് കൊളാഷ് എന്ന് സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു പ്രോ ഫീച്ചർ ആണൊക്കെ വന്നിട്ടുണ്ട്, ആ ഒരു എഫക്റ്റ്, സോറി, ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ദെൻ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേപ്പർ എഫക്റ്റ് ആയിരിക്കും കിട്ടുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കണ്ടില്ലേ, ഈ ഒരു ട്രാൻസിഷൻ ആണ് ഇത് വരുന്നത്. സോ ഇത് നമുക്ക് നോർമലി ഉള്ള വീഡിയോസിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് വല്ല കോമിക്കോ മെമ്മെ, മീൻസ് ട്രോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇനിയും ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന ഒരു സീരീസ് ആയിട്ട് പോകും. സോ അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം
തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.